ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു സൂപ്പർ വെജിറ്റബിൾ ബിരിയാണിയായിട്ട് വെക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഗരം മസാലയുടെ പാക്കറ്റുള്ള എല്ലായിടത്ത് ഞാൻ എടുത്തിട്ട് കേട്ടോ. തക്കാളിയും സിന്നമനും പിന്നെ ഏലക്കയും ബേ ലീഫും ഒക്കെ ഇട്ട് കേട്ടോ. ഏലക്ക ഇടിച്ചിടാനുള്ള മടിക്ക് ഞാൻ ഇവിടെ മുറിച്ചായിട്ടോ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കിട്ടിക്കോളുമല്ലോ. പിന്നെ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അരി ഞാൻ 1 ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. അതിനാവശ്യത്തിന് അതിന് മേലെ നിൽക്കുന്ന കണക്കിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇച്ചിരി ലേശം കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിടുന്നുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതിങ്ങനെ തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ്. എന്നിട്ട് ഒരു വിസിൽ ഞാൻ അടുപ്പിക്കും കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് പാകത്തിന് കിട്ടുവേ. ഇനി ആദ്യം തന്നെ എണ്ണ ഒഴിച്ചത് ഈ സവാളയൊക്കെ ഞാനിങ്ങനെ നന്നായിട്ട് വറുത്തെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ബേ ലീഫും പിന്നെ നമ്മുടെ പെരുംജീരകവും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഞാൻ അരിഞ്ഞായിട്ട് ചേർത്തേക്കുന്നത്. ഇടിച്ച് നമുക്ക് നല്ല പേസ്റ്റായിട്ടും ചേർക്കാം കേട്ടോ. പിന്നെ കൊച്ചുള്ളിയായിട്ട് ഇവിടെ ഇട്ട് കൊടുത്തേക്കുന്നത്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. നമുക്ക് ആവശ്യമുള്ളവർക്ക് തൈരൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ ചേർത്ത് കൊടുക്കണില്ലേ. പിന്നെ ഞാൻ ഗ്രീൻ പീസാണ് കേട്ടോ ചേർത്തത്. നന്നായിട്ട് കുതിർത്തെടുത്ത ഗ്രീൻ പീസ്. ഇനി ഈസ്റ്റേൻ്റെ ബിരിയാണി മസാലയായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത്. വേറെ ഒന്നും ചേർക്കണില്ലേ. എന്നിട്ട് നമുക്കിതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബീൻസും കിഴങ്ങും ഒക്കെ ഇട്ട് കൊടുത്ത് കേട്ടോ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിൽ ആ സമയത്ത് തന്നെ ഞാൻ കോളിഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് വേറെ സെപ്പറേറ്റ് ഒന്ന് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കണുണ്ട്. എന്നിട്ട് അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി വെന്തിട്ടുണ്ട്. എന്നാലും നമ്മൾ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് പാകമാക്കി എടുക്കും നമ്മുടെ മസാല. അപ്പോൾ പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ചോറ് ഇതിലേക്ക് നിരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോറ് നിരത്തി കൊടുക്കുന്നതിൽ ഒരു ലെയർ കഴിയുമ്പോൾ ഞാൻ മറ്റേ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെടുക്കാൻ മറന്നുപോയേ. ഇത് ലാസ്റ്റ് ലെയറാണ്. സവാള ഒക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല നമുക്ക് വേണമെങ്കിൽ ബിരിയാണി എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഒന്നും ചേർക്കണില്ലേ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.